ഇതുപോലൊരു ചായയാണ് ഉണ്ടാക്കുന്നതുണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ മാത്രമല്ല, വീടിന് പുറത്തോട്ട് ആ മണം പോയിട്ട് അടുത്ത വീട്ടുകാർ വന്ന് ചോദിക്കും എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് പറയും. ഇത് സ്പെഷ്യലൊന്നും അല്ല, വളരെ സിമ്പിളാണെന്നുള്ളത് അവർക്കറിയില്ലല്ലോ. എനിക്കറിയാം കൂടുതലും പാൽ ചായക്കാളും കട്ടൻ ചായ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എനിക്ക് പാൽ ചായയാണ് ഇഷ്ടം, പക്ഷേ കട്ടൻ ചായ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലൊരു ഐറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ ഇഷ്ടമാവും. അതിനായിട്ട് സാധാരണ പോലെ ഒരു പാത്രം വയ്ക്കുക, അതിലോട്ട് വെള്ളം ഒഴിക്കുക, എന്നിട്ട് അതിലോട്ട് ഒരു ഏലക്ക ചതച്ചതും പിന്നെ ഒരു കുഞ്ഞു കഷ്ണം പട്ടയും പിന്നെ നമ്മുടെ ഈ ബേ ലീഫ്, അതായത് ഇടണയില, വഴനയില, അങ്ങനെ പല പേരാണ് ഈ ഇലയ്ക്ക്, ആ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുള്ളത് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ഫ്രഷ് ആയിട്ട് കിട്ടുന്നവരാണെങ്കിൽ അത് ചേർത്താലും മതി. അത് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ചായപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്, ഇതൊന്ന് കുറച്ച് നന്നായിട്ട് തിളയ്ക്കണം. ഓക്കെ, കടുപ്പം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് ഇത് തിളയ്ക്കണം. തിളയ്ക്കുമ്പോൾ ഒപ്പം തന്നെ ഈ ഇലയുടെ ആ ഒരു മണവും പട്ടയുടെ ആ ഒരു മണവും പിന്നെ ഏലക്കയുടെ ഒരു ഫ്ലേവറും, ഇനി ഞാൻ പറയണ്ടല്ലോ കൂടുതൽ, വീടും നാടും പരിസരവും ഒക്കെ മണക്കും കേട്ടോ. എന്തായാലും ആൾക്കാർ, അടുത്തൊക്കെ ഉള്ള ആൾക്കാർ ചോദിക്കും എന്തായാലും ഇത് എന്ത് സാധനം ഉണ്ടാക്കുന്നത്, എന്തോ ഒരു മണം വരുന്നുണ്ടോ എന്നൊക്കെ. സംഭവം കട്ടൻ ചായ ആണെന്നുള്ളത് അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ കട്ടൻ ചായ ഇഷ്ടപ്പെടുന്നവരായാലും പാൽ ചായ ഇഷ്ടപ്പെടുന്നവരായാലും ഇതിലോട്ട് കുറച്ച് പാലൊഴിച്ച് കഴിഞ്ഞാൽ പാൽ ചായ ആവും. പക്ഷേ ആ കട്ടൻ ചായ അതിൻ്റെ ഈ ഒരു ശരിക്കും ആ ഒരു ടേസ്റ്റോടുകൂടി കഴിക്കാൻ ഇഷ്ടമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, അവർക്ക് ഒത്തിരി ഉപകാരം. അപ്പോൾ വീട് മുഴുവൻ മണക്കുന്ന ആ ഒരു ചായ തയ്യാറാക്കുന്ന ഇങ്ങനെയാണ്. മെയിനായിട്ട് എന്താ പറയുക, ഈ ഇലയുടെ മണം ഭയങ്കര രസം കേട്ടോ. നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു മണമാണ്, നമുക്കിങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അമ്മാതിരി ഒരു ചായയാണ് ആ വീട് മുഴുവൻ മണപ്പിക്കുന്ന ആ ഒരു ചായ. അടിപൊളിയാണത്. അപ്പോൾ നന്നായി തിളച്ച് കഴിയുമ്പോൾ എന്താണെന്ന് പറയുക, ഈ ഇലയും ഏലക്കയും വേണമെങ്കിൽ എടുത്ത് മാറ്റാം, ഇല്ലെങ്കിൽ അരിക്കുമ്പോൾ അരിപ്പയുടെ ഉള്ളിൽ അങ്ങ് അരിച്ച് അങ്ങനെ പോവും. ഇനി ആദ്യം നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് അരിച്ചൊഴിക്കാം. ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ, അത് കഴിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചില്ല് ഗ്ലാസ്സിൽ, ഒരു കണ്ണാടി ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഓക്കെ, ഇങ്ങനെ ഒഴിക്കുമ്പോഴല്ലേ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഒഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാവുന്നതാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഭയങ്കര രസമുള്ള മണമാണ്. ഇത്രയേ ഉള്ളൂ, ഇത്രയും ചെറിയൊരു ട്രിക്ക് വെച്ചിട്ട് ഇത്രയും മണമുള്ള ചായ. ചില സമയത്തൊക്കെ ഇതെന്താണ് ഈ ഒരു ട്രിക്ക് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ നമ്മുടെ ചില ചായക്കടകളിൽ, ചില സ്ഥലത്ത് മാത്രം, എല്ലാ സ്ഥലത്തൊന്നും കിട്ടില്ല, ചില പ്രത്യേക സ്ഥലത്ത് മാത്രം കിട്ടുന്ന ചായയിൽ നമ്മൾ വീണ്ടും ആ ചായക്കടയിലോട്ട് കൊണ്ടുപോകും അല്ലേ, ഒന്നുകൂടെ ചായ കുടിച്ചാലെന്ന് തോന്നിപ്പിക്കുന്ന പോലത്തെ ചായക്കടകളുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ചായക്കടകളിലെ ചെറിയ ട്രിക്കൊക്കെയാണ് ഈ ചെറിയ ചെറിയ ഐറ്റംസ്. അപ്പം ഇനി ട്രൈ ചെയ്ത് നമുക്ക് എന്തായാലും ഈ ബേ ലീഫൊക്കെ വീട്ടിലുണ്ടാവും, പട്ടയും ഉണ്ടാവും, ഏലക്കയും ഉണ്ടാവും. അപ്പോൾ ഇനി ഇതുപോലെ ചായ ഉണ്ടാക്കി നോക്കുക. വീടും നാടും മാത്രമല്ല, നമ്മുടെ മനസ്സും ഒന്ന് ഭയങ്കര ശാന്തമാവും. ചിലപ്പോൾ ചായയാണ് നമ്മുടെ ഒരു ദിവസം മുഴുവൻ കൊണ്ടുപോകുമെന്ന് പറയില്ലേ, അങ്ങനെ ഒരു ചായയാണിത്. ഇനി പാൽ ചായ ഇഷ്ടമുള്ളവർക്ക് ഇതിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് തയ്യാറാക്കിയാൽ മതി. അതറിയാമല്ലോ നമ്മൾ സാധാരണ പോലെ. അപ്പോൾ മെയിനായിട്ട് ഈ ലീഫൊക്കെ ചേർക്കുന്നതാണ് ഇതിൻ്റെ ഒരു മണം ഒരുപാടാക്കുന്നത്. അപ്പോൾ എനിക്ക് പാൽ ചായയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ പോയി വേഗം കുറച്ച് പാല് ചൂടാക്കി കുറച്ച് പാൽ ചായ കുടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നല്ല കിടിലൻ ചായയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല മണമുള്ള ചായ.